ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടാണ് തുടരുന്നത്. ഇന്നലെ രാത്രി 11 മണിവരെ 80,000-ലധികം അയ്യപ്പ ഭക്തർ ദർശനം നടത്തി എന്നാണ് വിവരം. ഇന്ന് രാവിലെ ഇതുവരെ 14,600 പേർ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ യോഗമൊക്കെ ചേർന്ന് 20,000 വരെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാം, പരമാവധി 20,000 വരെ അനുവദിക്കാമെന്നുള്ള തരത്തിലേക്കൊക്കെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിന്റെ അളവ് കൂട്ടുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നതനുസരിച്ചുകൊണ്ട് ഈ അയ്യപ്പ ഭക്തരുടെ വരവിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കമ്മിറ്റിക്ക് തന്നെ രൂപം നൽകുകയും ചെയ്തു. 3-അംഗ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അവരുടെ തീരുമാനപ്രകാരമായിരിക്കും ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം നോക്കിയതിന് ശേഷം, അതുവരെയുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നോക്കിയതിന് ശേഷം തീരുമാനിക്കുക. എന്തുതന്നെയായാലും ശബരിമലയിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ഇന്നലെ ഏകദേശം 80,000-നടുത്ത അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയെങ്കിലും അതിനുശേഷവും പിന്നീട് ഇപ്പോൾ രാവിലെ വരെ അയ്യപ്പ ഭക്തരുടെ വരവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് അണമുറിയാതെ തന്നെ ഉണ്ടാകുന്നൊരു കാഴ്ചയാണ്. എങ്കിൽ തന്നെയും കൃത്യമായി ഇവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഇതുവരെ 7 മണി വരെ ഉള്ള കണക്കുകൾ പ്രകാരം 21,000-ഓളം അയ്യപ്പ ഭക്തർ ഇതുവരെ ദർശനം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ നേരത്തെ തന്നെ 75,000-ആയി കുറച്ചിരുന്നുവെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 8,000-ഓളം അയ്യപ്പ ഭക്തർ മിനിഞ്ഞാന്ന് അയ്യപ്പ ഭക്തർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയിരുന്നു. ഒരു പക്ഷേ 10,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ ഇന്നലെയും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയിട്ടുണ്ടാകാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും അയ്യപ്പ ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ അനുമതി നൽകാനാണ് സാധ്യത. കൂടുതൽ അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് വന്ന് ശബരിമലയിൽ തൊഴുതു പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ ഫ്ലൈ ഓവറിലടക്കം വലിയ തിരക്കുകളില്ലാതെ സുഗമമായി തന്നെ അയ്യപ്പ ഭക്തർക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. നിലവിൽ പമ്പയിലടക്കം അതുപോലെ നിലയ്ക്കലടക്കം വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തുതന്നെയായാലും പടി കയറുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണവും സാധാരണ നിലയിലാണ്. ഏകദേശം 65 മുതൽ 70 അയ്യപ്പ ഭക്തർ വരെയാണ് ശബരിമലയിൽ ഇപ്പോൾ പടി കയറിക്കൊണ്ടിരിക്കുന്നത്. മഴ ഒരു നേരിയ പ്രശ്നം അയ്യപ്പ ഭക്തർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ആരംഭിച്ച മഴ നേരിയ തോതിൽ ചാറ്റമഴയായും വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒരു മഴയുടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ശബരിമലയിലുള്ളത്. ഒപ്പം തന്നെ ചെറിയ രീതിയിൽ മഴച്ചാറ്റിലും അനുഭവപ്പെടുന്നുണ്ട്. അത് അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സുഗമമായ ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക.